നേരത്തെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ പറഞ്ഞ എല്ലാ കാര്യത്തിലും ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. തീർച്ചയായിട്ടും ഒരു തരത്തിലും അതിലൊന്നും ഒരു മാറ്റവും ഇല്ല. 100% ഞാൻ ആ വിഷയത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയുള്ള പല മാധ്യമങ്ങളും പ്രചരിപ്പിക്കുന്നത് ധർമ്മസ്ഥല വിഷയം എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ്, ഇത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയതാണ്, അസ്ഥികളൊന്നും കിട്ടിയിട്ടില്ല, അതുപോലെ തന്നെ കിട്ടിയ അസ്ഥി ചില ചാനലിൽ പറയുന്നത് ആണിൻ്റെതാണ്. ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും കളവാണ്. SITക്ക് പോലും ഇതുവരെ ഒരു റിസൾട്ട് പോലും കിട്ടിയിട്ടില്ല. ഞാൻ ഈ മാധ്യമങ്ങളിലൂടെ ഞാൻ ഈ പറയാൻ ആഗ്രഹിക്കുന്നത്, പല ചാനലുകളും പറയുന്ന ഇത് കെട്ടുകഥയാണെന്ന് SIT പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ SIT ഇപ്പം കഴിഞ്ഞ ദിവസം കർണാടക മുഖ്യമന്ത്രിക്ക് ഒരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട് SIT വിപുലീകരിക്കണം എന്നുള്ളത്. SIT അങ്ങനെ ഒരു ധർമ്മസ്ഥല എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് ഒരു കൂട്ടക്കൊലപാതകം നടന്നിട്ടില്ലെങ്കിൽ ഇത് എന്തിനാണ് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത്? അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കർണാടകയിലെ ആഭ്യന്തരമന്ത്രി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അസ്ഥികൂടങ്ങൾ കിട്ടിയിട്ടുണ്ട്, അത് പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതുവരെ മണ്ണും പരിശോധനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒന്നും റിസൾട്ട് വന്നിട്ടില്ല. ഈ പരിശോധനകളൊക്കെ ഇനി വരേണ്ടതുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇവിടെ എന്താക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മതസ്പർദ്ധ വളർത്താനും തമ്മിൽ ചേരിത്തിരിവ് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കുറച്ച് വിഭാഗം ആളുകൾ, യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ, ഈ സംഘടിതമായിട്ടുള്ള ഒരു ആസൂത്രണമായിട്ടുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ ആർക്കും അത് ഇതുവരെ ഒരു SITന്റെ ഭാഗത്തുനിന്ന് അങ്ങനത്തെ ഒരു വിവരണവും ഇല്ല. ചിന്നയെ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹേഷ് തിമരഡിന്റെ അണ്ടറിൽ ആയിരുന്നു ഈ ചിന്നയ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിലാണ് SITന്റെ സമ്മതപ്രകാരം തന്നെയാണ് ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ ആളാണ് മഹേഷ് തിമരഡി. അപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു താമസവും എല്ലാം. ഇത് എല്ലാ ദിവസവും രാത്രി 2 നേരം പോലീസ് അവിടെ വന്നിട്ട് പരിശോധിക്കും, ഈ ചിന്നയ്യ പ്രോപ്പറായിട്ട് അവിടെ മര്യാദയ്ക്ക് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹേഷ് തിമരഡി അറസ്റ്റ് ചെയ്യപ്പെട്ടോട് കൂടിയിട്ട് ഇദ്ദേഹത്തിന്റെ സംരക്ഷണം പിന്നീട് അതെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഹേഷ് തിമരഡി ഓൾറെഡി ജയിലിലായതോട് കൂടിയിട്ട് പിന്നെ SITനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു നെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ് ഈ ഒരു ശുചീകരണ തൊഴിലാളി നടത്തിയത്, ഞാനാണ് സൗജന്യൻ്റെ ആ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയിട്ടത് എന്നുള്ളത്. അതോട് കൂടിയിട്ട് പിന്നെ പലതരത്തിൽ ഇതിപ്പോൾ അതോടുകൂടി ആദ്യഘട്ടത്തിൽ SIT പറഞ്ഞു സൗജന്യ കേസ് എടുക്കുന്നില്ല. അതിപ്പം ഇനി ഏകദേശം ഒരു 50 ദിവസത്തിൻ്റെ അടുത്ത് ഇനിയും സമയമുണ്ട്. ഇതുവരെ SIT ഒരു കാര്യവും അറിയിച്ചില്ല. പക്ഷെ ഇവിടെ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നിരന്തരമായിട്ട് ഇത് സത്യത്തിന് വേണ്ടിയിട്ട് ഇവിടെ എന്താ പറയാ നീതി 40 വർഷത്തിനിടയിൽ നടന്ന കാര്യങ്ങൾക്ക് 4 ദിവസം കൊണ്ട് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ ഒന്നും ഞാൻ SITനെ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കർണാടക ഗവൺമെന്റിനെയും വിശ്വസിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ കർണാടക ഗവൺമെന്റ് നേരായ പാതയിലാണ്. ഇവിടെ ഒന്നും കിട്ടണില്ല എന്ന് നായ്ക്ക് 4 വട്ടവും പറയുന്ന ആളുകൾ തന്നെ നിരന്തരമായിട്ട് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആവശ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകയിലുള്ള BJP ആയിക്കോട്ടെ, മറ്റ് ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങൾ NIAക്ക് വിട്ടുകൊടുക്കണം എന്നുള്ള. ഇവിടെ ഒന്നും കിട്ടണില്ലെങ്കിൽ പിന്നെ NIAനെ അന്വേഷണത്തിലേക്ക് കൊണ്ടുവരേണ്ട ആവശ്യമില്ലല്ലോ. കർണാടകന്റെ ആഭ്യന്തരമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് NIAന്റെ ആവശ്യമില്ല ഈ വിഷയത്തിൽ. കർണാടക പോലീസിന് തന്നെ ഈ വിഷയം തീരുമാനിക്കാവുന്നതേ ഉള്ളൂ, തെളിയിക്കപ്പെടുന്നതാണ് ഉത്തമ വിശ്വാസമുള്ളത്.